ഓം നമോ ഭഗവതേ വാസുദേവായ. ഇവിടെ മനുഷ്യജീവിതത്തിന് മരണശേഷം 4 തരം ഗതികളാണ് പൊതുവെ പറയപ്പെട്ടിരിക്കുന്നത്. അതിൽ പൂർണ്ണമായി ആ സത്യത്തെ സാക്ഷാത്കരിച്ച് നിർവികൽപ്പ സമാധിയിൽ ഇരിക്കുന്ന യോഗികൾ, അതായത് ശരീരം ഉണ്ടായിരിക്കെ തന്നെ പൂർണ്ണമായും ആ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായും ചിത്തത്തെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച് നിർവികൽപ്പ സമാധിയിൽ ഇരിക്കുന്ന യോഗികളെ സംബന്ധിച്ച് ഈ ശരീരം ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെയാണ്. എന്നാൽ ഈ ലോകത്തിൽ തന്നെ ആവശ്യമുള്ള ഭക്തർക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ശരീരം എന്ന ഉപാധി ആവശ്യമുണ്ട് എന്നതിനാൽ മാത്രം അവർ ശരീരം ധരിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ചൊരു ഗതിയുടെയും ആവശ്യമില്ല. കാരണം അവർ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നവരാണ്. എന്നാൽ ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ സവികൽപ്പ സമാധിയിൽ വരെ എത്തി. അതായത് 2 എന്ന ബോധം ഉണ്ട്, എന്നാൽ ആ ബ്രഹ്മത്തിൻ്റെ ആ ഒരു അവസ്ഥയെ, ബ്രഹ്മാനന്ദമെന്ന അവസ്ഥയെ ഇടക്കൊക്കെ അനുഭവിച്ച് ധ്യാന നിമഗ്നരായി ഇരിക്കാൻ സാധിക്കുന്ന യോഗികൾ. അങ്ങനെയുള്ള യോഗികൾ ശരീരം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ യോഗിയുടെ ഗതി, അതായത് ആ ജീവൻ്റെ ഗതി എന്താണ്, അതാണ് ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ളവരെയും ഭഗവാൻ യോഗി എന്ന് വിളിക്കുന്നുണ്ട്. അത് ആ ഒരു ബ്രഹ്മാനന്ദത്തിലൊന്നും എത്തിയിട്ടില്ല, പക്ഷേ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്ന ഒരു ഉറപ്പ്, ഒരു ലക്ഷ്യബോധം മനസ്സിൽ വെച്ചുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്ത് മനസ്സ് ഭഗവാനിൽ വെച്ചിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് സാധന അനുഷ്ഠിക്കുന്ന ഒരു സാധകൻ എന്ന് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ അവരെയും ഭഗവാൻ യോഗി ആയിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം യോഗിയായിത്തീരാൻ എന്തുകൊണ്ടും സാധ്യതയുള്ള ഒരാൾ എന്ന നിലയിൽ ഈ 2 പേരുടെ ആ ജീവന്റെ ഗതിയാണ് ഭഗവാൻ ഇതിൽ വർണ്ണിക്കാൻ പോകുന്നത്. ഈ ഭഗവത്ഗീതയിൽ അടുത്ത 2 ശ്ലോകത്തിലൂടെ പറയാൻ പോകുന്നത് ഈ പറയുന്ന 2 പേരുടെ ഗതിയെക്കുറിച്ചാണ്. എന്നാൽ ഭഗവാൻ പറയാത്ത തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആ ഒരു ജീവന്റെ ഗതിയെക്കുറിച്ച് പല പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നത് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടുകയാണ്, എന്നിട്ട് സ്വാർത്ഥതയോടുകൂടെ ജീവിക്കുക. അപ്പോൾ ഈ സ്വാർത്ഥതയോടുകൂടെ ജീവിക്കുന്നവർ ശരിക്കും പാപത്തെ ഭുജിക്കുന്നു എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പാപത്തിന് ഉള്ള ശിക്ഷ എന്ന രീതിയിൽ എത്രയൊക്കെ നല്ലതായി ജീവിച്ചാലും, അവനവന് വേണ്ടി എത്രയൊക്കെ നല്ലതായി ജീവിച്ചാലും അവനെ ഒരു പാപിയുടെ ഗണത്തിലാണ് പെടുത്തുന്നത്. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ മരണാനന്തര ജീവിതവും സുഖകരമാകാൻ ആത്മീയ സാധന അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഭഗവാൻ ഇതുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. അങ്ങനെ ആദ്യത്തെ, അതായത് സവികൽപ്പ സമാധിയിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ജീവൻ വെടിയുന്ന ഒരു യോഗിയുടെ പിന്നീടുള്ള യാത്ര, അതായത് മരണാനന്തര യാത്രയെക്കുറിച്ചാണ് 24-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അഗ്നിഹി ജ്യോതിഹി അഹഹ അഗ്നിർജ്യോതിരഹ ശുക്ല ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദഃ ബ്രഹ്മവിദോ ജനാ. അഗ്നിഹി, അഗ്നി എന്നതുകൊണ്ട് ആ അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന ദേവത എന്നർത്ഥം. ഇനി ജ്യോതിഹി, ജ്യോതിസ്, അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ദേവത. അഹഹ,
പകലിൻ്റെ ദേവത, ശുക്ലഹ വെളുത്ത പക്ഷത്തിൻ്റെ ദേവത, ഷൺമാസാഹ ഷട്ട് എന്നാൽ 6 മാസം ഉത്തരായണ മാസമാണ്. ആ മാസത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതമാരുടെ മാർഗം, അതാണ് ഷൺമാസാഹ ഉത്തരായണം. ആ ഉത്തരായണ മാർഗം എന്നറിയപ്പെടുന്നത് തത്ര, ആ ഉത്തരായണ മാർഗത്തിൽ പ്രയാതാഹ ഈ ദേഹം ഉപേക്ഷിച്ചതിന് ശേഷം കടക്കുന്ന, പ്രയാതാഹ അവിടെ കടക്കുന്ന ബ്രഹ്മവിദഃ ജനാഹ ബ്രഹ്മത്തെ കുറെയൊക്കെ ആ ബ്രഹ്മവുമായി താദാത്മ്യം പ്രാപിക്കാൻ സാധിച്ചിട്ടുള്ള യോഗികൾ ബ്രഹ്മ ഗച്ഛന്തി, അതായത് പൂർണ്ണമായും ഈ ദേവതമാരാൽ, ഇപ്പോൾ ഈ പറഞ്ഞ ദേവതമാരാൽ ആനയിക്കപ്പെട്ട് ഓരോരോ ലോകം കടത്തിവിടുന്നു. അങ്ങനെ അവസാനം ബ്രഹ്മലോകത്തെത്തി, അതാണ് ബ്രഹ്മ ഗച്ഛന്തി. ക്രമേണ ആ മുക്തിയെ, പൂർണ്ണമായ ആ പരമാത്മാവിൽ ലയിക്കുക എന്ന മുക്തിയെ പ്രാപിക്കുന്നു. ഇവിടെ സവികൽപ്പ സമാധിയിൽ എത്തിച്ചേർന്ന ഒരു യോഗിയുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവർ ശരീരം വെടിയുന്നത് പ്രണവത്തെ ധ്യാനിച്ചുകൊണ്ടോ അതല്ല എങ്കിൽ അവനവൻ്റെ ഭാവന കൊണ്ട്, സങ്കല്പം കൊണ്ട് താൻ ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നു എന്ന രീതിയിൽ ആ യോഗവിദ്യ ഉപയോഗിച്ചാണ് അവരുടെ ആ ജീവൻ വെടിയുന്നത്. അങ്ങനെ വെടിഞ്ഞു കഴിയുന്ന അവരുടെ സൂക്ഷ്മ ശരീരത്തെ സൂര്യരശ്മികൾ ആവാഹിച്ചിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്നു. അങ്ങനെ ആ അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പ്രകാശമയമായ ഉത്തരായണ മാർഗം, അതാണ് ഉത്തരായണ മാർഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത്, അത് വെളിച്ചത്തിൻ്റെ മാർഗമാണ്. അങ്ങനെ ആ ഉത്തരായണ മാർഗത്തിൻ്റെ രക്ഷാധികാരികളായിട്ട് കുറേ ദേവതമാരുണ്ട്. ഇവർ ഓരോരുത്തരായി വന്ന് ഈ സൂക്ഷ്മ ശരീരിയായിട്ടുള്ള ജീവനെ അവരവരുടേതായ ദിവ്യലോകങ്ങൾ വഴി കടത്തിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ദേവന്മാരും വരുന്നത് ദിവ്യശരീരികളായിട്ടാണ്. ഈ വരുന്ന ഓരോ ദേവനും അവരവരുടേതായ ഒരു അധികാര അതിർത്തി അത് നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരെ മാത്രമേ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് അവർ അടുത്ത ദേവന് കൈമാറുകയാണ്. ഒരു റിലേ പോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ജീവനെ ഏറ്റുവാങ്ങുന്നത് അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന ദേവനാണ്. അങ്ങനെ അഗ്നിലോകത്തിൻ്റെ ഒരു അതിർത്തിയിലെത്തിക്കഴിഞ്ഞാൽ ആ അഗ്നിദേവൻ ജ്യോതിർദേവതയ്ക്ക് കൈമാറുന്നു. അങ്ങനെ ജ്യോതിർദേവത ഏറ്റുവാങ്ങിയിട്ട് തുടർന്ന് അഹർദേവതയ്ക്ക് കൈമാറുന്നു. ഇതൊക്കെ ഇവരുടെ ലോകമാണ്. ഓരോ ലോകവും കടന്ന് ഈ സൂക്ഷ്മ ശരീരം പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അഹർദേവത ശുക്ലപക്ഷദേവതയ്ക്ക് കൈമാറുന്നു. അവിടെ നിന്ന് ഉത്തരായണ ദേവതയ്ക്ക് കൈമാറുന്നു. പിന്നീട് സംവത്സര ദേവത ഇവരാൽ നയിക്കപ്പെട്ടിട്ട് ദേവലോകത്ത് എത്തിച്ചേരുന്നു. അങ്ങനെ ദേവലോകത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആ ദേവത വായുലോകത്ത് എത്തിക്കുന്നു. പിന്നീട് വായുലോകം കഴിഞ്ഞ് ആദിത്യലോകം, അവിടെ നിന്ന് ചന്ദ്രലോകം, പിന്നീട് വിദ്യുത് ലോകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ട്. അവിടെ നിന്ന് വരുണലോകം, ഇന്ദ്രലോകം, ഇങ്ങനെ ഇതെല്ലാം കടന്നിട്ട് അവസാനം പ്രജാപതി അഥവാ ബ്രഹ്മാവിൻ്റെ ലോകത്ത് എത്തിച്ചേരുന്നു. ഇങ്ങനെ ക്രമത്തിൽ വന്ന ഈ ജീവൻ ആ ബ്രഹ്മലോകത്തിൽ നിന്ന് അവിടെയാണ് മായയുടെ അതിർത്തി. ബ്രഹ്മലോകത്തിന് തൊട്ടടുത്താണ് മായയുടെ അതിർത്തി. അങ്ങനെ ആ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചുകൊണ്ട് ഈ യോഗി ആ പരമാത്മാവുമായിട്ട് ഏകീകരിക്കപ്പെടുന്നു. അങ്ങനെ ആ ക്രമമായിട്ടുള്ള മുക്തി സംഭവിക്കുന്നു. ഈ മാർഗമാണ് ദേവയാന മാർഗം അഥവാ ക്രമമുക്തി മാർഗം, ഉത്തരായണ മാർഗം, ഇങ്ങനെയൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ ഇത് വെളിച്ചത്തിൻ്റെ, പ്രകാശത്തിൻ്റെ മാർഗമാണ് ഇത്. അപ്പോൾ ഈ മാർഗം എന്ന് പറയുന്നത് ആ സവികൽപ്പ സമാധിയിൽ ഏറെക്കുറെ ആ ബ്രഹ്മാനന്ദത്തെ അറിഞ്ഞ് ജീവിച്ചിരിക്കെ തന്നെ അറിഞ്ഞ് അനുഭവിച്ച യോഗികളുടെ യാത്രയാണ് ഇപ്പോൾ ഇത് കണ്ടത്.
അപ്പോൾ ഇവിടെ ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഏത് കാലത്തിലാണ് അവർക്ക് ഈ യാത്ര എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാലം എന്നതുകൊണ്ട് മനസ്സിൻ്റെ പാകതയാണ് ഉദ്ദേശിച്ചത്. ഏത് തലത്തിൽ എത്രത്തോളം പാകത വന്നിട്ട് ശരീരം വെടിഞ്ഞാലാണോ ഉത്തരായണ മാർഗം, അതായത് ആ സവികൽപ്പ സമാധിയിൽ എത്തിക്കഴിയുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ പറയുന്ന മാർഗം. അല്ലാതെ നമുക്ക് ഒരു വിശ്വാസമുണ്ട് ആ മാസത്തിൽ മരിച്ചാൽ ഉത്തരായണ മാർഗം, ദക്ഷിണായന മാർഗം, അങ്ങനെയല്ല. അത് ഏത് മാസത്തിൽ മരിച്ചാലും ആ സവികൽപ്പ സമാധിയിൽ എത്തിയ യോഗി ഈ രീതിയിൽ തന്നെയാണ് യാത്ര പോവുക. അഗ്നിർജ്യോതിരഹ ശുക്ല ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാ. തിരിച്ച് ഒരു വരവില്ലാത്ത ദേവയാന മാർഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ വിവരിച്ചത്. ഇനി ആവൃത്തിയുടെ, അതായത് തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടതായിട്ടുള്ള പിതൃയാന മാർഗം, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 25-ാമത്തെ ശ്ലോകം. ധൂമോ ധൂമഃ രാത്രിഃ തദാ രാത്രിസ്തദാ കൃഷ്ണഃ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിഃ യോഗി ജ്യോതിർയോഗി പ്രാപ്യ നിവർത്തതേ. ധൂമഃ, ധൂമം എന്നാൽ പുക, പുകയെ പ്രതിനിധാനം ചെയ്യുന്ന ദേവത എന്നർത്ഥം. ഇനി രാത്രി, രാത്രിയുടെ ദേവത. തഥാ കൃഷ്ണഃ, കൃഷ്ണപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദേവത. ഇങ്ങനെ ഷണ്മാസാഹ ദക്ഷിണായനം, ദക്ഷിണായനം എന്നറിയപ്പെടുന്ന 6 മാസത്തെ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതമാരുടെ ആ ഒരു മാർഗം, ആ ദക്ഷിണായന മാർഗം. തത്ര, അവിടേക്ക് എത്തുന്ന യോഗി, യോഗി എന്ന് തന്നെയാണ് ഭഗവാൻ വിളിക്കുന്നതെങ്കിലും ആ ബ്രഹ്മാനന്ദത്തെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ആത്മീയമായ പല രീതിയിലുള്ള സാധനകൾ അനുഷ്ഠിച്ച് ഒപ്പം സത്കർമ്മങ്ങളിലൂടെ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിച്ചു വന്ന ആളെയാണ് ഇവിടെ യോഗി എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഈ യോഗി ചാന്ദ്രമസം ജ്യോതിഹി, ചന്ദ്രപ്രഭാപൂരിതമായ പിതൃലോകത്തെ പ്രാപിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ദേവന്മാരുമൊത്ത് സ്വർഗസുഖങ്ങളൊക്കെ അനുഭവിച്ച ശേഷം നിവർത്തന്തേ, തിരിച്ച് ഭൂമിയിൽ വന്ന് ജനിക്കുന്നു. അപ്പോൾ ധൂമത്തെ അഥവാ പുകയെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതയും രാത്രിയെ പ്രതിനിധാനം ചെയ്യുന്ന ദേവത, പിന്നീട് കൃഷ്ണപക്ഷ ദേവത, ദക്ഷിണായനം എന്നറിയപ്പെടുന്ന 6 മാസത്തെ ആ ഒരു 6 മാസത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതമാരുടെ ആ ഒരു മാർഗത്തിൽ പ്രവേശിച്ച് അങ്ങനെ ഈ യജ്ഞദാനാദി പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള തപസ്വി, യോഗി, സാധകൻ എന്നാണ് ഇവിടെ അർത്ഥമായിട്ട് പറയേണ്ടത്. അങ്ങനെയുള്ള ആ യോഗി നേരത്തെ ഇപ്പോൾ പറഞ്ഞ ഈ ദേവതമാരാൽ നയിക്കപ്പെട്ടിട്ട് ചന്ദ്രപ്രഭാപൂരിതമായ പിതൃലോകം പ്രാപിച്ച് പിന്നീട് ദേവന്മാരുമൊത്ത് സ്വർഗീയ സുഖങ്ങളൊക്കെ കുറേ നാൾ അനുഭവിച്ചിട്ട് വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞത് ജ്ഞാനയോഗികളുടെ കാര്യമാണെങ്കിൽ ഇനി പറയുന്നത് കർമ്മയോഗികളുടെ ആ മരണാനന്തര യാത്രയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ദക്ഷിണായന മാർഗത്തിന്, അതായത് കർമ്മയോഗികളായിട്ട് ഭൂമിയിൽ ജീവിച്ചവർ, അവരാണ് ഈ മാർഗത്തിന് അധികാരികൾ. ഇത്തരക്കാർ അവരുടെ ആ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ ആ സൂക്ഷ്മ ശരീരിയായ ജീവനെ പിതൃമാർഗത്തിൽ കൂടെ നയിക്കാൻ ആദ്യം എത്തുന്നത് ധൂമത്തെ, പുകയെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതയാണ്. ആ ദേവത സ്വീകരിച്ചിട്ട് ആ ദേവതയുടെ അധികാര പരിധിയിലെത്തുമ്പോൾ പിന്നീട് രാത്രിയെ പ്രതിനിധാനം ചെയ്യുന്ന ദേവത ഏറ്റുവാങ്ങുന്നു. രാത്രി ദേവത തൻ്റെ അധികാര പരിധിക്ക് ശേഷം
കൃഷ്ണപക്ഷദേവതയെ ഏൽപ്പിക്കുന്നു. പിന്നീട് ദക്ഷിണായന ദേവത എന്നിവരാൽ നയിക്കപ്പെട്ട് ചന്ദ്രലോകം എന്നറിയപ്പെടുന്ന പിതൃലോകത്തിലാണ് എത്തിച്ചേരുന്നത്. ഈ പിതൃലോകം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ദേവന്മാരോടൊത്ത് സ്വർഗീയ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു. ഇങ്ങനെ അനുഭവിക്കാനായിട്ട് ഇപ്പം നമ്മുടെ ഈ സ്ഥൂല ശരീരം ഭൂമിയിൽ ഉപേക്ഷിച്ചാണ് പോകുന്നത്. പിന്നീട് ഒരു ഡിസ്പോസിബിൾ ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ദേവലോകത്ത് എത്തുന്ന, സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ഈ ജീവന് ജലമയമായ ഒരു ശരീരമാണത്രേ ഉണ്ടാവുക. അതായത് ജലാംശം കൂടുതലുള്ള ശരീരം. സാധാരണ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളും എല്ലാം അതിൻ്റെ ഒരു ഏകദേശം ഒരേ റേഷ്യോയിലാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. എന്നാൽ ഈ സ്വർഗലോകത്തിലെത്തുമ്പോൾ ജലമയമായ ശരീരം സ്വീകരിച്ച് ആ സ്വർഗലോകത്തിരുന്ന് സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നു. അവിടെ നിന്ന് ആ പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ ഈ പുണ്യം ക്ഷയിക്കുന്നതിനനുസരിച്ച് ഈ ജലം അവിടെ, അതായത് ജലമയമായ ശരീരത്തിനും ശോഷണം സംഭവിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അവശേഷിക്കുന്ന ആ ജലമയമായ ശരീരത്തെ ദേവന്മാർ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ള ഈ സൂക്ഷ്മാംശമായിട്ടുള്ള, അതായത് സൂക്ഷ്മ ശരീരത്തോടു കൂടിയുള്ള ഈ ജീവശരീരം ഒരു മേഘത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് ആ മേഘത്തിൽ നിന്ന് മഴയായി വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ ഭൂമിയിൽ വന്ന് പതിക്കുന്ന ഈ സൂക്ഷ്മ ശരീരം ഏതെങ്കിലും ചെടിയുടെ ഭാഗമായിത്തീരുന്നു. അപ്പോൾ ഏത് അച്ഛൻ്റെ മകനായിട്ടോ മകളായിട്ടോ ആണോ ജനിക്കേണ്ടത്, ആ അച്ഛൻ്റെ ശരീരത്തിൽ ഈ സൂക്ഷ്മ ശരീരം ആ ഭക്ഷണത്തിലൂടെയാണ് ഉള്ളിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് അത് ബീജമായി രൂപാന്തരം പ്രാപിച്ചിട്ട് ആ കുട്ടിയുടെ അമ്മയായിട്ട് തീരാനുള്ള സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. ഇതാണ് ആ ഒരു ജീവന്റെ ഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജനിക്കുന്നവരും ശ്രേഷ്ഠമായ കുടുംബത്തിൽ വന്ന് ജനിക്കുമെന്ന് ഭഗവാൻ ധ്യാനയോഗത്തിൽ പറയുന്നുണ്ട്. അതായത് ഇവിടെ ജീവിച്ചിരിക്കെ പല രീതിയിലുള്ള സാധനകൾ അനുഷ്ഠിച്ച്, എന്നാൽ ഒരു ബ്രഹ്മാനന്ദത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എങ്കിൽ പോലും ലക്ഷ്യം ഇതാണ് എന്നുറപ്പിച്ച ഒരു സാധകൻ തീർച്ചയായും അടുത്ത ജന്മത്തിൽ ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിലായിരിക്കും വന്ന് ജനിക്കുക എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ മരണാനന്തര യാത്രയും പുനർജന്മവും. എന്നാൽ ഇതിലൊന്നും പെടാത്ത ആളുകളുണ്ട്. അതാണ് ആദ്യം പറഞ്ഞത്. അവനവനു വേണ്ടി തികച്ചും മൃഗതുല്യരായി ജീവിച്ചു മരിക്കുന്ന ഇവരുടെ ഗതി, അവർ നേരെ പോകുന്നത് നരകത്തിലേക്കാണ്. അവിടെ നിന്ന് ആ പാപമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മൃഗതുല്യരായി ജീവിച്ചതുകൊണ്ട് ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ടും അത് വേണ്ട രീതിയിൽ, എന്തിനാണ് മനുഷ്യജന്മം? ഈശ്വരനിലേക്കെത്താൻ. അതിനു വേണ്ടി ഉപയോഗിക്കാതെ മൃഗതുല്യരായി ജീവിച്ചതുകൊണ്ട് തിരിച്ചു വന്ന് ജനിക്കുന്നത് മൃഗങ്ങളായിട്ടായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗതി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറയുന്നത്, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം മനസ്സിന് സുഖം തരുന്നതല്ല ആധ്യാത്മികത, ഒപ്പം തന്നെ നമ്മുടെ മരണാനന്തര ഗതിയെയും സുന്ദരമാക്കുന്നത്, പിന്നീട് നമ്മുടെ നല്ലൊരു ജന്മത്തിന് കാരണമായി തീരാനും ഈ ആധ്യാത്മികമായ ജീവിത സാധനയാണ് നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഓർമ്മ വേണം. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ. ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് മാർഗത്തെക്കുറിച്ചും പൊതുവായ ഒരു കാര്യവും കൂടെ ഭഗവാൻ പറയുന്നു. 26-ാമത്തെ ശ്ലോകം. ശുക്ലകൃഷ്ണേ ഗതി ഹി ഏതേ ഹ്യേതേ ജഗതഃ ശാശ്വതേ മതേ ഏകയാ യാതി അനാവൃത്തിം യാത്യനാവൃത്തിം
അന്യയാ ആവർത്തതേ പുനഃ. അന്യയാ ആവർത്തതേ പുനഃ. ശുക്ലകൃഷ്ണേ, ശുക്ലമാർഗം വെളുപ്പ മാർഗം, അതുപോലെ കൃഷ്ണമാർഗം കറുത്ത മാർഗം, ഇങ്ങനെയാണ് ഇതിനെ പറയുന്നത്. ദേവയാന മാർഗം വെളുപ്പിൻ്റെ പ്രകാശത്തിൻ്റെ മാർഗം, പിതൃമാർഗം കറുപ്പിൻ്റെ ഇരുട്ടിൻ്റെ മാർഗം. ഏതേ ഗതി, ഈ രണ്ട് മാർഗങ്ങളും ജഗതഃ ഈ ലോകത്തിൽ ശാശ്വതേ മതേ, അത് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും അവർക്ക് ലഭിക്കുക എന്ന് പറയപ്പെടുന്നു. ഇതിൽ ഏകയാ, ആദ്യം പറഞ്ഞ ദേവയാനത്തിലൂടെ പോകുന്നവർക്ക് അനാവൃത്തിം യാതി, തിരിച്ചൊരു വരവ് ഇല്ലാത്ത മാർഗമാണ് അത്. ഇനി അന്യയാ, അടുത്ത മാർഗം പിതൃമാർഗം, പിതൃയാനത്തിലാണെങ്കിൽ പുനഃ ആവർത്തത, വീണ്ടും തിരിച്ച് ഈ ഭൂമിയിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. അപ്പോൾ പ്രകാശത്തിൻ്റെയും ഇരുട്ടിൻ്റെയും വെളുപ്പിൻ്റെയും കറുപ്പിൻ്റേതുമായ ഈ രണ്ട് മാർഗങ്ങളും പ്രപഞ്ചാതീതമായിട്ട് ഇവിടെ എന്നും ഇതുപോലെ തന്നെയാണ് നിലനിൽക്കുക. അപ്പോൾ ഒരു മാറ്റവും ഇല്ലാത്ത മാർഗമാണ് ഇത്. എന്നാൽ എപ്പോഴും ഈ ഒരു സവികൽപ്പ സമാധിയിൽ എത്തുന്ന യോഗി എപ്പോഴും പോകുന്നത് ഈ ദേവമാർഗത്തിൽ, ദേവയാനത്തിലൂടെയാണ്. അല്ലാതെ ഈ ലോകത്തിൽ കർമ്മമാർഗം, കർമ്മയോഗത്തിലൂടെ പതുക്കെ പതുക്കെ മനസ്സ് ഭഗവാനിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധകന്റെ ഗതിയാണ് പിന്നീട് പറഞ്ഞ പിതൃയാനം എന്നത്. ഇതിൽ ആദ്യം പറഞ്ഞതിന് തിരിച്ച് ഒരു വരവില്ലാത്ത, പൂർണ്ണമായും ആ പരമാത്മാവിലേക്ക് ലയിക്കുന്ന ആ ഒരു ഗതിയാണ്. എന്നാൽ രണ്ടാമത്തത് നല്ല ഒരു കുടുംബത്തിലേക്കാണെങ്കിൽ പോലും തിരിച്ചൊരു വരവുണ്ട്. അതുകൊണ്ട് ആ കർമ്മമാർഗത്തിൽ നിന്ന് ജ്ഞാനമാർഗത്തിൽ എത്തിയിട്ട് വേണം നമുക്ക് ദേവയാനത്തിലൂടെ ക്രമമുക്തിയിൽ പോകാം. അല്ലെങ്കിൽ അത്രയധികം ഇവിടെ ജീവിച്ചിരിക്കെ തന്നെ ജീവൻ മുക്തരാകേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഈ ആധ്യാത്മികമായ ജീവിതം, ലൗകികമായ ഈ ഒരു ലോക ജീവിതത്തിനും നമ്മെ അത്രയധികം സഹായിക്കുന്നു. ആത്മീയമായിട്ടുള്ള പുരോഗതിക്കും ഒപ്പം നമ്മുടെ മരണാനന്തര ജീവിതത്തിനും അത്യന്താപേക്ഷിതമാണ് ഈ ഒരു ആധ്യാത്മികമായ സാധന എന്നാണ് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശുക്ലകൃഷ്ണേ ഗതി ഹേതേ ജഗത ശാശ്വതേ മതേ ഏകയായാത്യനാവൃത്തിം അന്യയാ വർത്തതേ പുനഃ. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് മാർഗത്തെക്കുറിച്ചും വ്യക്തമായി അറിയുന്ന ഒരു യോഗി ഈ ലോകത്തിൽ ഇങ്ങനെ ഭ്രമിച്ച് ഇരിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. 27-ാമത്തെ ശ്ലോകം. ന ഏതേ നൈതേ ശ്രുതി പാർത്ഥ ജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തഃ യോഗയുക്തോ ഭവ അർജുന. ഹേ പാർത്ഥ, അർജുന, ഏതേ ശ്രുതി ഈ രണ്ട് മാർഗങ്ങളും ജാനൻ അറിയുന്ന കശ്ചന യോഗി, അത് ജ്ഞാനയോഗിയാവട്ടെ കർമ്മയോഗിയാവട്ടെ, ഒരിക്കലും ഈ ലോകത്തിലെ ഈ ഒരു പ്രപഞ്ച നാടകത്തിൽ അങ്ങനെ നമുഹ്യതി മോഹിപ്പിക്കപ്പെടുന്നില്ല. അർജുന വീണ്ടും വിളിക്കുന്നു, തസ്മാത് അതുകൊണ്ട്, സർവേഷു കാലേഷു എല്ലാ കാലങ്ങളിലും നീ എന്തൊക്കെ ചെയ്താലും ശരി, അപ്പോഴൊക്കെ തന്നെ എന്നിൽ തന്നെ മനസ്സ് വെച്ചിരിക്കുന്ന ഒരു യോഗയുക്ത, ഒരു യോഗയുക്തനായിട്ട് ഭവ, അങ്ങനെ ആയിത്തീരൂ അർജുന, അതിനു വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ലോകത്തിൽ നമുക്കൊരു എത്തും പിടിയും കിട്ടാത്ത ഒരു ജീവിതം, എന്തിനാ ജീവിക്കുന്നത് എന്ന് ഇടയ്ക്കെങ്കിലും നമുക്ക് തോന്നിപ്പോകും ചിലപ്പോൾ. കാരണം ഒരു തനിയാവർത്തനമാണ് ഈ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. എന്താണ് അർത്ഥമെന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിച്ചു പോയാൽ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? നമ്മുടെ ഈ ലോക ജീവിതത്തെക്കുറിച്ചും നമുക്കറിയില്ല.
നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയില്ല, മരണാനന്തരം എന്ത് സംഭവിക്കുന്നു ഇതൊന്നും നമുക്കറിയാത്തത് കൊണ്ടാണ് ഒരു എന്തിനോ വേണ്ടി ജനിച്ചു എന്തിനോ വേണ്ടി ജീവിക്കുന്നത് പോലെ അങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ഇവിടെ ഭ്രമിച്ചു പോകുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു യോഗിക്ക് തൻ്റെ ജീവിത ലക്ഷ്യം എന്നത് ആ ആത്മസാക്ഷാത്കാരമാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു യോഗിക്ക് ഇനി ജീവിതം ഇതേപോലെ തുടർന്ന് വീണ്ടും വീണ്ടും ജനന മരണങ്ങൾ ഉണ്ടായാൽ പോലും അതൊക്കെ തൻ്റെ സാധനയ്ക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി ആയിരിക്കണം എന്ന് ഉറപ്പിക്കുന്ന ഒരു യോഗിക്ക് ഈ ലോക ജീവിതവും സുന്ദരമായിരിക്കും, ഒപ്പം മരണാനന്തര ജീവിതവും സുന്ദരമായിരിക്കും. ഇനി തിരിച്ചു വന്നാലും വീണ്ടും ജനിക്കുന്നത് ഇങ്ങനെയുള്ള ആധ്യാത്മികമായ സാധന അനുഷ്ഠിക്കുന്നവരുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും ജീവിതം സുഖകരമായിത്തീരും. അങ്ങനെ ആയിത്തീരണമെങ്കിൽ ഒരു യോഗിയായിരിക്കണം അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് സാധാരണക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കർമ്മയോഗം തന്നെയാണെന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മെ പോലെയുള്ള അർജുനനെ പോലെയുള്ള സാധാരണക്കാർക്ക് സാധിക്കുന്നത് കർമ്മയോഗമാണ്. അത് അനുഷ്ഠിക്കുക. അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ട് മനസ്സ് ഭഗവാനിൽ തന്നെ വെച്ചിരിക്കുക. അങ്ങനെ വെച്ചിരിക്കാനാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. എങ്കിൽ നിങ്ങളുടെ ലോകജീവിതവും സുന്ദരമാകും, മരണാനന്തര ജീവിതവും സുന്ദരമാകും. പുനർജന്മം എത്രയൊക്കെ ഇനി ജനിക്കേണ്ടി വന്നാൽ പോലും അതൊക്കെ തന്നെ ആത്മസാക്ഷാത്കാരത്തിനാണെന്ന ആ ഒരു ചിന്തയോടുകൂടെ ജീവിച്ചാൽ അതും സുന്ദരമായിരിക്കും. അതുകൊണ്ട് യോഗീഭവ എന്നാണ് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നൈതേ ശ്രുതി പാർത്ഥജാനം യോഗീ മുഹ്യത്തെ കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. ആത്മീയമായിട്ടുള്ള ഒരുപാട് സാധനകൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇതിലൊക്കെ അപ്പുറത്തായിട്ട് ഒരു യോഗിയായിരിക്കുന്നത് തന്നെയാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം ഉപസംഹരിക്കുന്നത്. 28ാമത്തെ ശ്ലോകം. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ച ആദ്യം. വേദേഷു വേദാധ്യയനം കൊണ്ട്, യജ്ഞേഷു യജ്ഞാദി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്, തപസ്സുകൊണ്ട്, ദാനേഷു ദാനധർമ്മങ്ങൾ കൊണ്ട്, ഇതൊക്കെ കൊണ്ട് യത് പുണ്യഫലം പ്രതിഷ്ഠം എന്തൊക്കെ പുണ്യഫലം കിട്ടുമെന്ന് പറയപ്പെട്ടിട്ടുണ്ടോ, യോഗി ഒരു യോഗിയായി തീർന്നാൽ, ഇതം വിദിത്വ ഈ ഒരു അക്ഷരബ്രഹ്മത്തെ ആ പരമാത്മാവിനെ അറിഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞ ഓരോരോ സാധന കൊണ്ട് കിട്ടുന്ന പുണ്യഫലത്തെയും സർവം അതിനൊക്കെ അപ്പുറത്ത് അത്യേതി അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു അനുഭവത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ആദ്യം പരം സ്ഥാനം, ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യം അതിന് കാരണമായിട്ടുള്ള ആ പരമമായ സ്ഥാനത്തെ, പരമകാരണ വസ്തുസ്ഥിതിയെ ഉപൈതിച്ച പ്രാപിക്കുകയും ചെയ്യുന്നു. ഒരു ആധ്യാത്മിക സാധകൻ പൊതുവെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. വേദാധ്യയനം, ഇനി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവത്ഗീത പഠനം, നാരായണീയം, ഭാഗവതം തുടങ്ങിയ സ്വാധ്യായങ്ങൾ, ഇതൊക്കെ ആധ്യാത്മികമായ സാധനയിൽ തന്നെ പെട്ട കാര്യങ്ങളാണ്. ഇനി യജ്ഞാദി അനുഷ്ഠാനങ്ങൾ, അത് ഇന്നത്തെ കാലത്ത് ക്ഷേത്രദർശനം, പൂജാദി കാര്യങ്ങൾ, വഴിപാടുകൾ, ഇതൊക്കെ. ഇനി തപസ്സുകൊണ്ട്, അതായത് വ്രതാദികൾ ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ ചില ചിട്ടകൾ പാലിച്ചുകൊണ്ട്, ഇനി ഇത് കൂടാതെ ദാനധർമ്മങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള പുണ്യഫലം കിട്ടും.
ഇത് പറയപ്പെട്ടിട്ടുണ്ട്. ആധ്യാത്മികമായ എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യം ഉണ്ട് എങ്കിലും ലക്ഷ്യം എപ്പോഴും യോഗാവസ്ഥ തന്നെ ആയിരിക്കണം. ആ യോഗാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നിർവികൽപ്പ സമാധി എന്ന അത്രയും എത്തിയില്ലെങ്കിലും നമ്മളുടെ എല്ലാ പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്തും മനസ്സ് ഭഗവാനിൽ വെച്ചിരിക്കാൻ എങ്കിലും നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഈ ലോക ജീവിതത്തിൽ തന്നെ ഒരു ആനന്ദം, ഒരു രസം അത് അനുഭവിക്കാൻ നമുക്ക് സാധിച്ചാൽ തന്നെ അത് പുണ്യമാണ്. ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെക്കാളും നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നത് ആ യോഗാവസ്ഥയായിരിക്കും. പലരും ഒരുപാട് മണിക്കൂറുകൾ പൂജാമുറിയിൽ ഇരുന്ന് പല സ്തോത്രങ്ങൾ ജപിച്ചും അങ്ങനെയൊക്കെ സമയം ചെലവഴിക്കാറുണ്ട്, സമയമുള്ളവർ. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ആ ഒരു ആനന്ദ അനുഭവം തുടർച്ചയായി കിട്ടുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആകുലതകളും പ്രശ്നങ്ങളും മനസ്സിന് ഒരു അസ്വസ്ഥതയുമാണെങ്കിൽ പിന്നെ ആ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിനേക്കാളും ശരിക്കും നല്ലത് നമ്മുടെ ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഭഗവാനുമായിട്ട് അതിനെ ഒന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ച് അങ്ങനെ മനസ്സ് മനനം ചെയ്ത് ഭഗവാനിൽ വച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ഉണർന്നിരിക്കുന്ന സമയം അത്രയും ഭഗവാനുമായിട്ട് നമ്മളെ ഇങ്ങനെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പൂജാമുറിയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും നമുക്ക് മനസ്സുകൊണ്ട് ഒരു സുഖം കിട്ടുക ഭഗവാനുമായിട്ട് ഇത്തരത്തിൽ നമ്മെ ബന്ധിപ്പിക്കുമ്പോഴാണ്. മാത്രമല്ല ഈ ഒരു യോഗാവസ്ഥയിൽ ഇരിക്കുന്നയാൾക്ക് അങ്ങനെ ഒരുപാട് സമയം ക്ഷേത്ര ദർശനത്തിൻ്റെയോ പൂജാമുറിയിൽ അങ്ങനെ ഒരുപാട് സമയം ഇരിക്കേണ്ടതിൻ്റെ ഒന്നും ഒരാവശ്യവും വരുന്നില്ല. കാരണം അവർ എപ്പോഴും ഒരു ആനന്ദത്തിലാണ്. എന്നാൽ അവിടെ ഇരുന്നാൽ മാത്രമേ എനിക്ക് സുഖം കിട്ടുള്ളൂ എന്ന് വെച്ചാൽ അതിനർത്ഥം മനസ്സ് ഭഗവാനിൽ അത്രയും വച്ചിട്ടില്ല എന്നാണ്. ആ പൂജാമുറിയുടെ ആ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നാൽ മാത്രമേ എന്നിൽ ആ ഒരു ദൈവികമായ ചിന്ത ഉണരൂ എങ്കിൽ അത് താൽക്കാലികമാണ്. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് എപ്പോഴും ഭഗവാനുമായിട്ടുള്ള ആ ഒരു ചിന്ത വരണം. ഇനി അടുക്കളയിലല്ല, ഏത് കാര്യത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനുമായിട്ട് നമ്മെ ബന്ധിപ്പിച്ചു കൊണ്ടേയിരിക്കാൻ നമ്മളായിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തി ഭഗവാൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഓരോ വിശേഷങ്ങളും ഭഗവാനുമായിട്ട് പങ്കുവെച്ച് ചിരിച്ച് കളിച്ച് രസിച്ച് കൂടെ ഭഗവാൻ ഉണ്ട് എന്ന ചിന്തയിൽ ജീവിക്കുക. അങ്ങനെയെങ്കിൽ ഒരു പൂജാമുറിയുടെ സാന്നിധ്യം പോലും നമുക്ക് ആവശ്യം വരില്ല. ഏത് നേരത്തും നമുക്ക് ഒരു ആനന്ദം ഉണ്ടായിരിക്കും. ഇത് പൂജാമുറിയിൽ പോവണ്ട എന്നല്ല അതിനർത്ഥം. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് മനസ്സ് ഭഗവാനിൽ വെച്ചിരിക്കാൻ സാധിക്കണം എന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എവിടെ ഇരുന്നാലും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുവരണം. അതാണ് യോഗാവസ്ഥ. അവിടെ എത്തിച്ചേരാനാണ് ഭഗവാൻ പറയുന്നത്. അവിടെ എത്തിച്ചേർന്നാൽ ഈ പറയുന്ന ദാനധർമാദികളിൽ നിന്നോ വേദാധ്യയനം കൊണ്ടോ ക്ഷേത്രദർശനം ഇതേപോലെയുള്ള പൂജാതി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ആ പുണ്യഫലത്തെയും അതിവർത്തിക്കുന്ന ആ ഒരു ആനന്ദത്തെ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് യോഗിയായി തീരൂ അർജുന. ഭഗവാൻ എല്ലാ അധ്യായത്തിൻ്റെയും അവസാനം ഇത് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മുടെ ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾക്കുള്ള കൂടുതൽ അമിത പ്രാധാന്യം അതിപ്പോഴും ആളുകൾ വിട്ടിട്ടില്ല എന്നതാണ്. ആചാര അനുഷ്ഠാനങ്ങൾക്കൊക്കെ വേണം, പ്രാധാന്യം വേണം. പക്ഷേ എല്ലാറ്റിനും അപ്പുറം മനസ്സാണ് പ്രധാനം. മനസ്സ് ഭഗവാനിൽ ഉണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല, ഒരു ചടങ്ങിൻ്റെയും ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് ഈ ബാഹ്യമായ ചടങ്ങുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ദീപാവലി പോലെയുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. ഒരുപാട് പേർ അതിൻ്റെ ബാഹ്യമായ മോടികളിലാണ് ശ്രദ്ധ, വിളക്ക് കത്തിച്ചു വയ്ക്കുന്നതിലും അതിൻ്റെ അലങ്കാരങ്ങളിലും. പക്ഷെ എത്രത്തോളം മനസ്സ് ഭഗവാനിലുണ്ട് അതൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ മൂഡ്, അത് ദീപാവലി ആണെങ്കിലും ഓണമാണെങ്കിലും
അത് വെറുതെ നമ്മൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. അവർ തിരിച്ചു പോയാൽ തീർന്നു, അതോടെ സന്തോഷം തീർന്നു. എന്നാൽ അങ്ങനെയല്ല. അങ്ങനെ അല്ലാതെ ഭഗവാനിൽ തന്നെ മനസ്സ് വെച്ചിരുന്നു കൊണ്ടിരുന്നാൽ നമുക്ക് എന്നും ദീപാവലിയാണ്. അതുപോലെ ആയിരിക്കണം മനസ്സ് ഭഗവാനിൽ തന്നെ വെച്ചിരിക്കുക. അപ്പോൾ മനസ്സിൽ എന്നും ആ ഒരു വെളിച്ചം ഉണ്ടാകും. അത് തന്നെയാണ് ഉത്സവം. നമ്മുടെ മനസ്സിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് മനസ്സ് ഭഗവാനിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു യോഗാവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം എന്നാണ് ഭഗവാൻ നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾക്കുള്ള പ്രാധാന്യത്തെ കുറച്ച് കൊണ്ടുവരണം. കാരണം ആചാര അനുഷ്ഠാനങ്ങൾ അത് ദൈവീകമായാൽ പോലും അത് ബാഹ്യമായ ഒരു താൽക്കാലികമായ സന്തോഷം മാത്രമേ നമുക്ക് തരികയുള്ളൂ. നിത്യമായ ആനന്ദത്തെ തരാൻ സാധിക്കുന്ന ഒരനുഷ്ഠാനവും ഈ ലോകത്തിലില്ല. അതിന് യോഗബുദ്ധി, ആ യോഗചര്യയിൽ തന്നെ നമ്മൾ ഇരിക്കണം. എപ്പോഴും ഭഗവാനെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു അധ്യായത്തിലും ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഈ ഒരു അധ്യായത്തെക്കുറിച്ച് പൊതുവെ ഒന്ന് പറഞ്ഞാൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു അധ്യായം തുടങ്ങിയത്. അധ്യാത്മം, അധിഭൂതം, അധിദൈവം, അധിയജ്ഞം. ഈ ഭാവങ്ങളിൽ ആ പ്രപഞ്ചത്തെ ഒതുക്കി ഇതിലൊക്കെ തന്നെ ആ അക്ഷര രൂപമായിട്ടുള്ള, അക്ഷരമെന്നാൽ നശിക്കാത്ത ആ ബ്രഹ്മത്തെ കണ്ട് ഉപാസിക്കുന്നതാണ് അക്ഷരബ്രഹ്മ ഉപാസന. ഇങ്ങനെ ഈ ഒരു ഉപാസന കൊണ്ട് ബ്രഹ്മഭാവത്തെ ദൃഢപ്പെട്ട് ബ്രഹ്മസ്മരണയോടെ ദേഹം വെടിയുന്നയാൾ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി പ്രണവത്തെ സ്മരിച്ചുകൊണ്ട് ദേഹം വെടിഞ്ഞാലും ക്രമമുക്തിയെ പ്രാപിക്കാം. എങ്ങനെയായാലും അനന്യമായ മനസ്സോടുകൂടെ ആ സത്യത്തെ സമീപിക്കുന്നയാൾക്ക് തീർച്ചയായും ആ സത്യത്തെ ലഭിക്കും, സുലഭമായി തീരും എന്ന് തന്നെ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു. ഇനി ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെക്കുറിച്ചും 1000 ചതുർയുഗങ്ങൾ, അങ്ങനെ എങ്ങനെയായാലും ആ ബ്രഹ്മാവിൻ്റെ ലോകത്തെത്തിയാൽ പോലും തിരിച്ചൊരു വരവുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. അതേസമയം ഭഗവാനിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ തിരിച്ചൊരു വരവില്ലാത്ത ആ പരമമായ സ്ഥിതിയെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി സവികൽപ്പ സമാധിയിൽ ഇരിക്കുന്ന ഒരാളിൻ്റെ ഗതിയും അത്രയും ഒന്നും മനസ്സ് പാകപ്പെടാത്ത ഒരു കർമ്മയോഗിയുടെ മരണാനന്തര യാത്രയെക്കുറിച്ചുമാണ് ഈ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത്. എങ്ങനെയൊക്കെ ആയാലും ഭഗവാൻ പറയുന്നത് ഈ ലൗകിക ജീവിതത്തിലും ഒപ്പം ആത്മീയ ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും സുഖമായിട്ടിരിക്കാൻ ഒരു യോഗിയായി തീരണം. എപ്പോഴും ഭഗവാനിൽ മനസ്സ് വച്ചിരിക്കാൻ സാധിക്കുന്ന ഒരു യോഗിയായി തീർന്നാൽ മാത്രമേ ഒരാൾക്ക് പൂർണ്ണമായ നിത്യമായ സുഖം ലഭിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിപ്പിക്കുന്നത്. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോऽധ്യായഃ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.